മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നൊരു പഴഞ്ചൊല്ല് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അതെ, സത്യമാണ്. കാരണം ചിലപ്പോൾ അത് വജ്രമാവാനും സാധ്യതയുണ്ട്. അത്തരത്തിൽ വജ്രം പോലെ തിളങ്ങുന്ന ഒരു ഐഡിയയുമായിട്ട് വരുന്നു ടീം സോളിറ്റാരിയോ. നിങ്ങളുടെ ടീമിന് തന്നെ ഇത്രയും തിളക്കമുള്ളപ്പോൾ നിങ്ങളുടെ പിച്ചും നന്നായിട്ട് തിളങ്ങുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗുഡ് ലക്ക്. താങ്ക് യു. ഹലോ ടൈറ്റൻസ്, ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം ഒരു ചെറിയ എക്സ്പെരിമെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഈ ബെൽസ് കണ്ടോ? അതിനെ ഞങ്ങൾ സെലിബ്രേഷൻ ബെൽസ് എന്നാണ് പറയുന്നത്. ടൈറ്റൻസ്, പ്ലീസ് റിംഗ് ദ ബെൽ. അതിന് നിങ്ങൾ നിങ്ങളുടെ ആദ്യത്തെ സാലറിയിൽ നിങ്ങളുടെ പേരൻസിന് വേണ്ടി എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടാവണം. പ്ലീസ് റിംഗ് ദ ബെൽ ഫോർ ദ മാജിക്കൽ മൂവ്മെന്റ്. ഇപ്പം നിങ്ങളുടെ ക്രഷ് നിങ്ങൾ ആദ്യം തന്നെ തിരിഞ്ഞു നോക്കിയില്ലേ? അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് സന്തോഷിച്ചത്? പ്ലീസ് റിംഗ് ദ ബെൽ. ഏതെങ്കിലും സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വലിയ ലാഭം കിട്ടിയിരുന്നാൽ, അല്ലെങ്കിലും സ്റ്റിൽ റിംഗ് ദ ബെൽ. ദിസ് സോളിറ്റർ ഈസ് യോർസ്. ടൈറ്റൻസ്, നിങ്ങൾ എല്ലാ സെലിബ്രേഷൻ മൊമെന്റിലും ഇപ്പോൾ ബെല്ലടിച്ചിരിക്കുന്നു. വലിയ വിജയമായാലും ചെറിയ സന്തോഷമായാലും എല്ലാം ഒറ്റൊരു കാര്യമാണ് പ്രൂവ് ചെയ്യുന്നത്. കാരണം ലൈഫ് മുഴുവനും സെലിബ്രേറ്റ് ചെയ്യാൻ ഒരുപാട് മൊമെന്റ്സ് ഉണ്ട്. ഇന്ത്യയിൽ സെലിബ്രേഷൻസ് ഇപ്പോ വെറും ഒരു കേക്ക് കട്ടിങ്ങിൽ മാത്രമായി ഒതുങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു ഡിന്നർ പാർട്ടി, അല്ലെങ്കിൽ നമ്മൾ വലിയൊരു മൈൽ സ്റ്റോണിനായി വെയിറ്റ് ചെയ്യുന്നു. ലക്സുറി ഐറ്റംസ് അല്ലെങ്കിൽ വിലയേറിയ ഗിഫ്റ്റ്സ് നമ്മുടെ ലോക്കർ ഐറ്റംസ് ആയി മാറ്റി വെച്ചിരിക്കുന്നു. ഞാൻ ചെറുപ്പം തൊട്ടേ എന്റെ അമ്മയെ നോക്കുന്നുണ്ട്. അവരുടെ മാക്സിമം ജ്വൽസ് എപ്പോഴും ലോക്കറിലായിരിക്കും. അവരെപ്പോഴും കാത്തിരിക്കുന്നുണ്ടാവും എപ്പോഴാ കല്യാണം അല്ലെങ്കിൽ ആനിവേഴ്സറി വരിക എന്ന്, അത് എപ്പോഴും ധരിക്കുക, അതിനെ ഫ്ലോണ്ട് ചെയ്യുക എന്നൊക്കെ. സോ ടൈറ്റൻസ്, അതിനുള്ള സ്ഥലമല്ല ഇത്. ഡയമണ്ട്സ് ദിവസം ഉപയോഗിക്കേണ്ടതാണ്. ആൻഡ് ലെറ്റ്സ് ബ്രിങ് എ ബ്ലിങ് ഇന്ത്യ. അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുവന്നതാണ് സോളിറ്റാരിയോ. Solitario products are not only premium but affordable, sustainable, accessible and ഓരോ ജ്വല്ലറിയും സർട്ടിഫൈഡ് ആണ്. Solitario ലാബ് ഗ്രോൺ ഡയമണ്ട് ജ്വല്ലറി ലോക്കറിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയതല്ല കൂട്ടുകാരെ. It's for flaunting. So friends, ഈ സോളിറ്റാരിയോ everyone deserves the diamond. നിങ്ങൾ എല്ലാവരും ചെറിയ വിജയമോ അല്ലെങ്കിൽ വലിയ സന്തോഷമോ, കാരണം ഓരോരോ റിങ്ങും deserves the diamond ring. So Titans, today my ask is 3 crores for 1 person of Solitario. ഐ ആം ഷുവർ നമ്മളൊക്കെ വളർന്നു വന്ന ഒരു സമൂഹത്തിൽ ഡയമണ്ട് എന്ന് പറയുമ്പോൾ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റോൺ ആയിട്ടാണ് എല്ലാവരും കണ്ടിരുന്നത്. ഒറിജിനൽ ഡയമണ്ട് മാത്രമാണ് ഡയമണ്ട്. ബാക്കിയുള്ള ഒരു ഡയമണ്ടിനെയും നമ്മൾ അത്ര പ്രാധാന്യത്തോടെ നോക്കി കാണാറില്ല. അതിനെപ്പറ്റി നിങ്ങൾക്കൊന്ന് തോന്നുന്നു? ഞാൻ നാച്ചുറൽ ഡയമണ്ട്സ് ആണ് വിറ്റുകൊണ്ടിരുന്നത്. പിന്നെ അത് ഞങ്ങളുടെ ഫാമിലി ബിസിനസ്സുമാണ്. ഉക്രൈൻ റഷ്യ വാർ നടന്നപ്പോഴാണ് ഞാൻ ലാബ് ഗ്രോൺ ഡയമണ്ട് എടുത്ത് വന്നത്. കാരണം പ്രകൃതി വജ്രം വളരെ റേറാ. സോ ഐ വെന്റ് ടു സൂരത്, ഗോട്ട് ലാബ് ഗ്രോൺ ഡയമണ്ട്. ആദ്യത്തെ പീസ് 10 മിനിറ്റ് കൊണ്ട് ഞാൻ വിറ്റു. അതായിരുന്നു എന്റെ ലൈഫ് ചേഞ്ചിങ്. പിന്നെ ഞാൻ കണ്ടതിൽ വളരെ ക്ലീനസ്റ്റ് ഡയമണ്ട് അതായിരുന്നു. ദ ബെസ്റ്റ് ഫാസിറ്റീവ് ഡയമണ്ട്. ആൻഡ് ഇറ്റ് വാസ് ലവ് ഓഫ് ഫസ്റ്റ് സൈറ്റ്. ഇന്ത്യയിൽ ഇത് വളരെ വളർന്നു കഴിഞ്ഞു. ഇതൊരു വലിയ ജേർണിയാണ്. കാരണം സ്പെയിനിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഇന്ത്യക്ക് വന്ന് 7 വർഷമായി. ലാബ് ഗ്രോൺ ഡയമണ്ടിൽ ഇറങ്ങി 3 വർഷമായി. ലാബ് ഗ്രോൺ ഡയമണ്ട്സും സർട്ടിഫൈഡ് ആണ്. ദിസ് സർട്ടിഫൈഡ് ബൈ ദി സീം ലബോറട്ടറി ആൻഡ് ദാറ്റ് സർട്ടിഫൈഡ് ബൈ ദി നാഷണൽ ഡയമണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് സോളിറ്റാരിയോയുടെ തുടക്കം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കൊണ്ടുവന്നു. പ്ലീസ് ഗോ അഹെഡ്. താങ്ക് യു. Thank you. I think you'll like your jewelry. ആക്ടേഴ്സ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഷൂട്ടിംഗ് ടൈമിൽ ഇങ്ങനെയുള്ളതൊക്കെ തരാറുണ്ട്. എന്നിട്ട് അവർ തിരിച്ചു വാങ്ങും. നിങ്ങൾ അത് തന്നെയാണോ ചെയ്യാൻ പോകുന്നത്? ശരി സാർ, നിങ്ങളുടെ ബോക്സ് സൈസ് വളരെ വലുതായിരുന്നു, പക്ഷെ ഗിഫ്റ്റ് സൈസ് വളരെ ചെറുതാ. എനിക്ക് അങ്ങോട്ട് വന്ന് നിങ്ങളുടെ ചില പ്രോഡക്ട്സ് ഒന്ന് നോക്കാലോ അല്ലേ? Sure, ma'am. ഇതൊക്കെ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം മാം. ഡെയിലി യൂസിന് വേണ്ടി ചെയ്തതാ. This solitaire. Okay. Yes. Ready in cut? ഓ, ഇത് എത്ര ക്യാരറ്റ് ആണ്? That's a 4 carat, ma'am. 4 carat. അപ്പൊ അപ്രോക്സിമേറ്റ്ലി എത്ര പ്രൈസ് ആവും? 4.5 lakhs. So around 1 lakh a carat. Yeah, 1 carat and 1 lakh above. And 1 Okay. carat below is 65 and 50 points below is 35,000.
ആൻഡ് layman can't differentiate. Yeah. അല്ല അത്ര പെട്ടെന്ന് ഡിഫറൻസ് അറിയില്ല. ഓക്കെ, താങ്ക് യു സർ. കസ്റ്റമേഴ്സ് ഈ പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് ലാബ് ഗ്രോൺ ഉള്ളതിൽ കസ്റ്റമേഴ്സ് അഭിമാനിക്കണം. പക്ഷെ ഇന്ത്യൻ കസ്റ്റമേഴ്സിന്റെ ബിഹേവിയറിൽ ലാബ് ഗ്രോൺ ഇട്ടിട്ട് എല്ലാം പറയുന്നുണ്ടോ? ഞങ്ങൾ ലാബ് ഗ്രോൺ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വാല്യൂ വെച്ച് നോക്കുകയാണെങ്കിൽ 1/5 അല്ലെങ്കിൽ 1/10 ഓഫ് നാച്ചുറൽ ഡയമണ്ട്സിന്റെ പ്രൈസിൽ ഈ പ്രോഡക്റ്റും വാങ്ങിച്ചിട്ട് അതിൽ അവർ അഭിമാനിക്കാതെ ഞാനത് ഡയമണ്ട് വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറയോ? കാരണം നിങ്ങൾക്ക് മാത്രമേ ലാബ് ഗ്രോൺ ആണെന്നോ നാച്ചുറൽ ആണെന്നോ അറിയൂ. ടുഡേ I would say 25% of my clients recommending the people because I did the smart choice. ഞാൻ എന്തിനു വേണ്ടി എന്റെ ക്യാപിറ്റൽ അതിനു വേണ്ടി വേസ്റ്റ് ചെയ്യണം? അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഏതാണോ ഞങ്ങൾക്ക് പ്രയോജനമായി ഉള്ളതോ, ടു ബി ഹോണസ്റ്റ് വിത്ത് യു, നാച്ചുറൽ ഡയമണ്ട്സിന്റെ വില 42% കുറഞ്ഞിരിക്കുന്നു, മറ്റേ ഡയമണ്ടിന്റെ വില കൂടിയിരിക്കുകയാണ്. വി വുഡ് ഹാവ് ഫേസ് ദ പ്രോബ്ലം. പക്ഷേ ഇതിന്റെ വില കുറഞ്ഞത് കാരണം ഏകദേശം അത് ഒരു തരം, ഒരു കാലത്തിൽ നാച്ചുറൽ ഡയമണ്ട്സ് ഇടുന്നത് വലുതായിട്ട് കരുതിയിരുന്നു. പക്ഷേ ഇപ്പൊ ഇതാണ് സ്മാർട്ട് ഷോപ്പിംഗ്. നോക്കൂ, എനിക്കൊരു ചോദ്യമുണ്ട്. Yes, ma'am. നിങ്ങൾ പറയുന്നത് പോലെ ഡയമണ്ടിന് ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നു, അതിപ്പോഴും ഉണ്ട്. അതായത് നാച്ചുറൽ ഡയമണ്ട്സിന്. അതായത് അവിടെ ഡയമണ്ട് വാങ്ങുന്നത് ഒരു അന്തസ്സിനെ സംബന്ധിച്ച കാര്യമായിരുന്നു. അങ്ങനെയുള്ള സമയത്താണ് നമുക്ക് ലാബ് ഗ്രോൺ ഡയമണ്ട്സ് കിട്ടാൻ തുടങ്ങിയിട്ടുള്ളത്. അതായത് മാർക്കറ്റില് സോളിറ്റാരിയോ ഉണ്ട്, അതുപോലെ പല ബ്രാൻഡുകളും ഉണ്ട്. അതായത് ഡയമണ്ട്സ് വാങ്ങാൻ പറ്റാത്തവർ പോലും ഇപ്പോൾ ഡയമണ്ട്സ് വാങ്ങാറുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ഡയമണ്ട്സ് യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ എക്സ്ക്ലൂസിവിറ്റി പോയി പോകില്ലേ, അല്ലേ? നിങ്ങൾ ആ ഒരു സിനാരിയോയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? I would like to move forward to show you. We are even reviling new products. For example, ഇതൊരു വാച്ച് ആണ്, ബട്ട് യു കെൻ കസ്റ്റമൈസ് വിത്ത് ഡയമണ്ട്സ്. ഇത് നിങ്ങൾക്ക് വേണ്ടി പേഴ്സണലൈസ് ചെയ്തോളാം. What I'm coming to is Solitario is in development stage all the time. Lab grown is our heart, soul business, but we keep on developing new lines. So now we are getting into, for example, we just got a corporate order of diamond pens with lab grown diamonds. Now we got 500 pieces of order. അതേപോലെ വേറൊരു കോർപ്പറേറ്റ് കമ്പനിയിൽ നിന്നും ഞങ്ങൾക്ക് കട്ട്ലറി വിത്ത് ഡയമണ്ട്സ് ഓർഡർ വന്നിട്ടുണ്ട്. We are trying to create a space where diamond is in your lifestyle. അപ്പൊ കുറച്ച് സ്റ്റോർ യൂണിറ്റ് എക്കണോമിക്സ് പറയൂ, പിന്നെ സെയിം സ്റ്റോർ ഗ്രോത്ത് എങ്ങനെയാണ് നിങ്ങളുടെ സ്റ്റോഴ്സിലെന്ന്. ഇപ്പൊ ഞങ്ങൾക്ക് 14 സ്റ്റോർസ് ഉണ്ട്. ഓരോ സ്റ്റോറിലും ഏവറേജ് നോക്കുവാണെങ്കിൽ പൂനെയാണ് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ബിറ്റ്വീൻ 37 to 40 lakhs. പക്ഷേ ഈ ബാക്കിയുള്ള സ്റ്റോർസ് ഒക്കെ ഇല്ലേ, അത് 20 to 25 lakhs ആവറേജ് പെർഫോം ചെയ്യുന്നുണ്ട്. എന്നോട് എക്സ്പെൻസസ് ഒന്ന് പറയൂ സ്റ്റോർ ലെവലില്. സ്റ്റോഴ്സിൽ ഞങ്ങളുടെ കോക്സ് നോക്കുവാണെങ്കിൽ അത് ഏകദേശം 30 to 35% വന്നേക്കും. ഡയറക്റ്റ് കോസ്റ്റ്, അതിനെ ഞങ്ങൾ ഒപെക്സ് എന്ന് പറയും. അതെങ്ങനെ നോക്കിയാലും ഒരു 14-15% വരെ. നമ്മളിപ്പോ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ലിറ്ററലി ഒരു സ്റ്റാർട്ടപ്പ് ലാബ് ഗ്രോൺ ഡയമണ്ട്സിൽ എവറി മന്ത് ഇസ് കമ്മിങ്. ഇന്ന് നിങ്ങളുടെ ഏറ്റവും വലിയ മോഡ്സ് എന്താണ് അതർ ദാൻ ഡിസൈൻസ്? ഒരു ബ്രാൻഡ് കിക്കിൻ ആകാൻ ഒരു വലിയ ലെവലുള്ള ഫണ്ട് ആവശ്യമുണ്ട്. അതാണ് ഞാൻ ഇനിഷ്യലായിട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ എന്റെ കമ്പനിയെ വിവേക് കോബ്രയുടെ കൂടെ ചേർന്ന് സബ് ഫണ്ടിങ് ചെയ്തു. ഞങ്ങൾ അത് ഒരു ലെവൽ വരെ കൊണ്ടുപോയിരുന്നു. ഇന്ത്യയിൽ ഒരു ട്രസ്റ്റ് ഫാക്ടർ ഉണ്ടാക്കി. വി ഹാവ് 100% എക്സ്ചേഞ്ച് ഫെസിലിറ്റി. ഞങ്ങളുടെ അടുത്ത് ബൈബാക്ക് സ്കീമും ഉണ്ട്. അതായത് ഗോൾഡ് പീസസിന് 100% എക്സ്ചേഞ്ചും ഉണ്ട്. അതിന് വലിയ വിശ്വസ്തതയുണ്ടാക്കും. ബാംഗ്ലൂർ സിറ്റിക്ക് ചെന്നാൽ അവിടെ സോളിറ്ററി ഉണ്ട്, പൂനെക്ക് പോയാൽ അവിടെ സോളിറ്ററി ഉണ്ട്, മുംബൈക്ക് പോയാൽ അവിടെ സോളിറ്ററി ഉണ്ട്. ഒരു പുതിയ ബ്രാൻഡ് കൊണ്ട് ഞങ്ങളുടെ അടുത്ത് കോമ്പീറ്റ് ചെയ്യുന്നത് വലിയ ഒരു കഷ്ടമുള്ള കാര്യമാണ്. യെസ്, അവർക്ക് ഒരു ചെറിയ ഗ്രോത്ത് കിട്ടും, പക്ഷേ ഞങ്ങളുടെ ഫസ്റ്റ് മൂവ് തന്നെ അഡ്വാൻറ്റേജ് ആണ്. ഞങ്ങൾ അത് ചെയ്തു കഴിഞ്ഞു. പക്ഷേ പേഴ്സണലി കോക്സ് സിഗ്നിഫിക്കന്റ്ലി കുറയുമെന്നുള്ളൊരു വിശ്വാസം എനിക്കില്ല. നിങ്ങളുടെ സെയിൽസ് ഇല്ലേ, അത് എത്രത്തോളം നിങ്ങളുടെ ബ്രാൻഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ബ്രാൻഡ് അത്യാവശ്യമാണ്. നിങ്ങൾ ഞങ്ങളുടെ ഷോപ്പർ സ്റ്റോപ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഇറ്റ്സ് SIS അണ്ടർ സോളിറ്റാരിയോ. സ്പെയിനിൽ കണ്ടാലും അണ്ടർ സോളിറ്റാരിയോ. ദുബായിലുള്ള ഞങ്ങളുടെ ഷോപ്പിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ 2500 സ്ക്വയർ ഫീറ്റ് ഇൻ ഇമാർ മോൾ, വിച്ച് ഇസ് ഐക്കോണിക് ഇൻ ദ വേൾഡ്. ഇറ്റ്സ് സോളിറ്റാരിയോ. സോ ഞങ്ങൾ അതിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് എളുപ്പത്തിൽ എവിടെ വേണമെങ്കിലും കിട്ടുമെന്ന് ആരെ കൊണ്ട് പറയാനാവില്ല. അത് നടക്കാനും വഴിയില്ല. ഈവൻ അവർ മാർജിൻ ഇസ് വെരി ഗുഡ്. ഈ വർഷം ഞങ്ങളുടെ പാറ്റ് നോക്കുകയാണെങ്കിൽ 15% ആണ്. ഈ ഫിനാൻഷ്യൽ ഇയറിൽ ലാസ്റ്റ് ഇയർ ഇറ്റ് വാസ് 11%. ലാബ് ഗ്രോന്റെ പ്രൈസ് കുറഞ്ഞാലും ഞങ്ങളുടെ പാറ്റ് ഇൻക്രീസ് ആയിരുന്നു. ഇറ്റ് ഇസ് കോൺസ്റ്റന്റ് ടിൽ നൗ. ഈവൻ മൈ B2B സോളിറ്റാരിയോ SIS. സർ, നിങ്ങൾ ഇതുവരെ എത്ര ഫണ്ട് റേസ് ചെയ്തിട്ടുണ്ട്? കഴിഞ്ഞ വർഷം ഞങ്ങൾ റേസ് ചെയ്തത് 32, ടോട്ടൽ 38. ഇതുവരെ നിങ്ങൾ 38 crores ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അതിൽ നിങ്ങളുടെ പേഴ്സണൽ ക്യാഷ് എത്രയുണ്ട്? ഞങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് ഒരു ഇന്റർനാഷണൽ ഗ്രോത്തിന് വേണ്ടിയാണ്. ഫോർ എക്സാമ്പിൾ ബുർജ് ഖലീഫ എക്സ്പെൻസസ് അതെല്ലാം ചേർത്ത് നോക്കുകയാണെങ്കിൽ നിയർലി 60 to 70 crores ഇന്റർനാഷണൽ ചേർത്ത്. 60 crores, ക്ലോസ് ടു 100 crores നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? റൈറ്റ്?
80 CR ARRന് വേണ്ടിയിട്ട്. അതെ, 100 crores നിങ്ങൾ നമുക്ക് ചെലവാക്കിയിരിക്കുന്നത്. assume ചെയ്യാലോ, ഇതെങ്ങനെ നോക്കിയാലും 100 120 കോടി ആയിട്ടുണ്ടാവും. അല്ല, എനിക്കെന്താ തോന്നുന്നു വെച്ചാൽ നിങ്ങൾ 100 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തു, പക്ഷെ നിങ്ങളുടെ സെയിൽ ഇതുവരെ 80 കോടിക്ക് അടുത്ത് വരുന്നുള്ളൂ, റൈറ്റ്? ഐ എം നോട്ട് ഏബിൾ ടു ഗെറ്റ് ദ നമ്പേഴ്സ് ഇത് റൈറ്റ്. ഒരു 3 വർഷത്തിന്റെ ട്രേഡ് ട്രീ ആണ്. ഇഫ് യു ലുക്ക് അറ്റ് ദ ഫസ്റ്റ് ഇയർ, ഫസ്റ്റ് ഇറ്റ് വാസ് 20 crores and we went up to 85 crores including international and we reached 140 crores. When we talk about building a brand, ആദ്യത്തെ ഷോപ്പിൽ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തില്ലേ, മലേഷ്യയിൽ തുടങ്ങി വിത്ത് സൈബു. നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഹൈ റെന്റൽ ആണ്. അതെല്ലാം ഞങ്ങൾ തന്നെ ബെയർ ചെയ്യേണ്ടിയുണ്ടായിരുന്നു. നമുക്ക് മാർക്കറ്റ് ഡിമാൻഡ് ഒന്ന് നോക്കാം. Yeah, sure. Because I am sure this is also one of those your target audience. Absolutely. absolutely. ഉറപ്പായും. Yeah. ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ, Yeah. that's what I want. യെസ് ഓർ നോ ബട്ടൺ അമർത്തിക്കൊണ്ട് ഞങ്ങളെ അറിയിക്കൂ. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ പ്രൊഡക്റ്റിന്റെ മാർക്കറ്റ് ഡിമാൻഡ് എത്രയാണ്? നിങ്ങളുടെ സമയം ഇതാ ആരംഭിക്കുന്നു. നമുക്ക് നോക്കാം എത്ര മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ട് എന്ന്. ഓ, ഓക്കെ, 53% ആളുകൾക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ 47% ആളുകളും തങ്ങൾക്ക് ഒറിജിനൽ ഡയമണ്ട് തന്നെ മതി എന്നാണ് ചിന്തിക്കുന്നതെന്ന് തോന്നുന്നു. ഇവരൊക്കെ വളരെ എക്സ്പെൻസീവ് ആയ ആളുകളാണ്. അതെ, അതെ. വളരെ എക്സ്പെൻസീവ്. Yeah, yeah, very expensive people. വാട്ട് യു എക്സ്പെക്ട് ഫ്രം ദി ടൈറ്റൻസ്? Well, so we are at 300 crores valuation post money, 290 pre money. We have raised already 7 crores already on term sheets. I'm asking for 3 crores for 1%. അപ്പോൾ ടൈറ്റൻസ് പറയൂ, നിങ്ങൾ കൈ കൊടുക്കാൻ തയ്യാറാണോ അല്ലയോ? അർജുൻ, നിങ്ങൾ ഇന്ന് തന്നെ തുടങ്ങാം. ജുവലറിയിൽ ഒരുപാട് സ്കോപ്പുകളുണ്ട്, പക്ഷേ ക്യാപിറ്റൽ എഫിഷ്യൻസി എനിക്കിതിൽ കാണാൻ പറ്റുന്നില്ല. പിന്നെ നിങ്ങളുടെ ബിസിനസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇന്ത്യയിലും ചെയ്യുന്നുണ്ട്, ഗ്ലോബലിയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കിത് ചേർന്നൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ എനിക്കിതിന് കൈ തരാൻ പറ്റില്ല. It's okay. സന്ദേശ് സാർ, താങ്കൾ? എനിക്കെന്താ തോന്നുന്നു വെച്ചാൽ ആസ് ഇറ്റ് ബിക്കംസ് ഈസിലി അവൈലബിൾ ഫോർ മാസസ്, പ്രൈസസ് വിൽ കം ഡൗൺ. തീർച്ചയായും. സോ ആ കാരണം കൊണ്ട് എനിക്കിന്ന് നിങ്ങളുമായി കൈകുലുക്കാൻ പറ്റും. Thank you. പ്രിയങ്ക പറയൂ. ഒന്നാമത് എനിക്ക് ഈ കാറ്റഗറി ഓവർ ദ ലോങ് ടേം എത്രത്തോളം ഇവോൾവ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ അത്ര കോൺഫിഡൻസ് ഇല്ല. വളരെ കമ്മോഡിറ്റൈസ്ഡ് ആയും തോന്നുന്നു. പ്രൈസസ് കുറയാം, വിച്ച് വിൽ ഹേർട്ട് ദ ബിസിനസ്സസ്. ബിക്കോസ് ഓഫ് ദീസ് റീസൺസ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കൈ തരുന്നില്ല. ബട്ട് ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, പവൻ സാർ? നിങ്ങളുടെ ബ്രാൻഡ് വളരെ നന്നായിട്ടുണ്ട്, പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾ യൂണിറ്റ് എക്കണോമിക്സ് നോക്കിയേ മതിയാവും. അതായത് നിങ്ങളുടെ ഈ ബിസിനസ് ഉണ്ടല്ലോ, അത് എങ്ങനെ IPO കൊണ്ടുപോകാം. നമ്പേഴ്സ് നോക്കുമ്പോൾ IPO വളരെ ടഫായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് ഇന്ന് ഞാൻ കൈ കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. Well, thank you. താങ്ക് യു. താങ്ക് യു ടൈറ്റൻസ്. താങ്ക് യു വെരി മച്ച്. It's been a great journey for us and thanks for all your suggestions. Thank you. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. ഓൾ ദി ബെസ്റ്റ്. കണ്ടുകൊണ്ടിരിക്കൂ ഐഡിയ ബാസ്, ഇന്ത്യയുടെ സ്വന്തം സ്റ്റാർട്ടപ്പ് വേദി.